In what ways do disease-causing microorganisms enter the human body? ഏതൊക്കെ വഴിയിലൂടെയാണ് ഇത്തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുക? നമുക്കത് ഡിസ്കസ് ചെയ്യാനായിട്ടൊരു ഫ്ലോ ചാർട്ട് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഹൗ മൈക്രോ ഓർഗാനിസംസ് എൻ്റർ ദ ബോഡി ആൻഡ് ഡിസീസസ് ദേ കോസ്. അത് രണ്ട് വഴിയാണ്. നോട്ട് ത്രൂ വെക്ടേഴ്സ്, പിന്നെ ത്രൂ വെക്ടേഴ്സ്, അതായത് വെക്ടേഴ്സിലൂടെ അല്ലാതെ എങ്ങനെയൊക്കെ പകരാം? ഒന്ന് ത്രൂ സോയിൽ, മണ്ണിലൂടെ പകരാം, മണ്ണ് വഴി പകരാം. അതിന് എക്സാമ്പിൾ ആയിട്ടുള്ള ഡിസീസസ് ആണ് വേം ഡിസീസും ടെറ്റനസും. പിന്നെ ത്രൂ എയർ, വായു വഴി പകരാം. അതിന് എക്സാമ്പിൾ ആണ് ട്യൂബർക്യുലോസിസും അതുപോലെ തന്നെ ചിക്കൻ പോക്സും. പിന്നെ ത്രൂ വാട്ടർ ആൻഡ് ഫുഡ്, വെള്ളവും ഭക്ഷണവും വഴി പകരാം. അതിന് എക്സാമ്പിൾസ് ആണ് ടൈഫോയിഡും അതുപോലെ ജോണ്ടിസും. പിന്നെ ത്രൂ വെക്ടേഴ്സ് വഴി എങ്ങനെയൊക്കെയാ പകരുന്നത് മക്കളെ? ഒന്ന് മൊസ്കിറ്റോ വഴി, കൊതുക് വഴി പകരാം. കൊതുക് വഴി പകരുന്നതിന് എക്സാമ്പിൾ ആണ് ഡെങ്കി ഫീവർ, മലേറിയ, ചിക്കുൻ ഗുനിയ തുടങ്ങിയവ. പിന്നെ അടുത്തത് ഹൗസ് ഫ്ലൈ, ഈച്ച വഴി പകരാം. അതിന് എക്സാമ്പിൾ ആണ് കോളറ, ഡയേറിയ തുടങ്ങിയിട്ടുള്ളവ. പിന്നെ അതുപോലെ ഹ്യൂമൻസ് വഴി, മനുഷ്യർ വഴി പകരാം. അതിന് എക്സാമ്പിൾ ആണ് ലെപ്രോസി, കോൺജങ്ക്റ്റീവ്സ് തുടങ്ങിയവയ്ക്ക് കേട്ടോ. പിന്നെ അതുപോലെ ബേർഡ്സ് വഴി, പക്ഷികൾ വഴി പകരുന്ന അസുഖമാണ് ബേർഡ് ഫ്ലൂ.